വളരെ ശ്രദ്ധേയമായ ഒരു സംശയമാണ് എൻ്റെ ഈ വീഡിയോ. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പലതിലും പൂജാരികളും തന്ത്രിമാരും ഒക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ എത്രയോ തന്ത്രിമാർ ഓരോ ക്ഷേത്രങ്ങളിലായി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശബരിമലയിലുമുണ്ട് തന്ത്രി. ഈ താന്ത്രിക അവകാശം തന്നെ പലരിലേക്കാണ് പോകുന്നത്. അതായത് ഓരോ തവണ ഓരോരുത്തരെന്നുള്ള നിലയിലാണ് ഇവിടെ തന്ത്രിമാർ വരുന്നത്. തന്ത്രി അയ്യപ്പൻ്റെ അച്ഛനാണെന്ന് വാദിക്കുന്നു. അപ്പം ഈ ശബരിമലയിലെ കാര്യം മാത്രം വെച്ച് നോക്കിയാൽ കണ്ഠരര് രാജീവര് ഇപ്പോൾ ജയിൽവാസത്തിലാണ്. പക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളിലെല്ലാം അടുത്ത തന്ത്രി വന്നു. പിന്നെ തന്ത്രികൾ ഇനിയും ഓരോ ഇതനുസരിച്ച് മാറി വരുമെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ അച്ഛൻ തന്ത്രിയാണെങ്കിൽ അയ്യപ്പന് എത്ര പിതാക്കന്മാരുണ്ടായിരിക്കും? അതെൻ്റെ ഒരു വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല, ശിവനും പാർവതിയും അയ്യപ്പൻ്റെ ആരാണ്? പിന്നെ എടുത്തു വളർത്തിയ എന്ന് പറയപ്പെടുന്ന, എല്ലാം ഒരു ഐതിഹ്യമാണെന്നറിയാം, എന്നാൽ എടുത്തു വളർത്തിയെന്ന് പറയപ്പെടുന്ന ഈ പന്തള രാജാവിന് എന്താണ് ഇവിടെ കാര്യം? പാണ്ഡ്യരാജാവിന് എന്താണ് ഇവിടെ കാര്യം? അപ്പം എൻ്റെ സംശയം ഇതാണ്, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ശബരിമലയിൽ കൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന ഈ അയ്യപ്പന് എത്ര പിതൃക്കളുണ്ട് എന്ന് എൻ്റെ വലിയൊരു സംശയം. ആ സംശയം അറിവുള്ളവരൊന്ന് തീർത്തു തരണം, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകരുത്. നന്ദി, നമസ്കാരം.